ഓണത്തിന് അധികം ദിവസമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇവിടെ ഈ വർഷം കണ്ടമാനം പൂവുണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാ വർഷം നമുക്ക് പൂക്കൾ നമുക്ക് കുറേ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വർഷം നമ്മുടെ ഒരു 2-3 തോട്ടം നമ്മൾ ഈ വർഷം നമ്മൾ പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തോട്ടങ്ങളിലൊക്കെ നിറച്ചും പൂ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശരിക്കും ഓണത്തിന് വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട് ശരിക്കും ഒരുങ്ങി നിൽക്കുന്നുണ്ടെന്ന് പറയാം. അത്രയ്ക്കധികം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അതും നമ്മുടെ നാടൻ പൂക്കൾ. നമ്മൾ ന്യൂയോർക്കിലൊക്കെ ഇതേപോലെ നമ്മുടെ നാടൻ പൂക്കളൊക്കെ കാണുമ്പോൾ അതൊരു നമുക്ക് നാട്ടിലൊക്കെ ഒരു ഓർമ്മയൊക്കെയുള്ളൂ. നമുക്ക് നമ്മുടെ ചെണ്ടുമല്ലി, ഞങ്ങളുടെ നാട്ടിലൊക്കെ വെന്തി എന്നാ പറയാം, വെന്തിപ്പൂ തുടങ്ങിയിട്ട് പിന്നെ അവിടെ നമ്മുടെ 10 മണിപ്പൂ തുടങ്ങി അങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ നമുക്ക് തലയിലൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂവൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല. ഇവിടെ നമുക്ക് അങ്ങനെ കടയിൽ അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ച് ഫസ്റ്റ് തന്നെ ഞാനൊരു സൂചി നൂലൊക്കെ ആയിട്ട് വന്നേക്കും തന്നെ. ഇതിന് ഞാൻ കുറച്ച് പൂവൊക്കെ പറിച്ചിട്ടേ ഒരു ചെറുതായിട്ട് ഒരു മാല പോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ തലമുടിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. പിന്നെ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഓണത്തിനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് കുറേ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കുറച്ചും കൂടി കൂടുതലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ഉണ്ടല്ലോ നമുക്ക് സ്പെഷ്യൽ വേറൊരു സാധനം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ കാണിക്കാം. നമ്മുടെ ഓണസദ്യയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. അത് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടില്ല. അത് നമുക്ക് അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതും കൂടിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എനിക്ക് അറിഞ്ഞോടെ പൂ കെട്ടാനും എനിക്ക് അറിഞ്ഞോളൂ. അതിനു മുമ്പ് കെട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ പൂ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളിയെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് പൂ നമുക്ക് പറിക്കാം. ചീനിയാൻ നിൽക്കുന്നുണ്ട്. വെന്തിപ്പൂവാണ് നമുക്ക് കണ്ടമാനം ഉണ്ടായിരിക്കുന്നത്. വെന്തിപ്പൂ പറിക്കാം. പല കളറിലുള്ള പൂക്കൾ പറിച്ചിട്ടേ ഞാനൊന്ന് കെട്ടി നോക്കട്ടെ കേട്ടോ. ഇവിടെ 10 മണിക്ക് നമുക്ക് ഉണ്ടായി നിൽക്കണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൂവൊക്കെ ഇങ്ങനെ വാടി നിൽക്കണം. അപ്പോൾ കുറച്ച് പൂക്കൾ പറിച്ചിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പൂ പറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല. പക്ഷെ എന്തായിരുന്നു ഞാൻ വിചാരിച്ചു ഞാൻ ഇത്രയും പാടി വെച്ചുണ്ടാക്കിയ പൂക്കളാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് നട്ടേക്കുന്നതല്ല കേട്ടോ. ഈ നമ്മൾ വിത്ത് പാവി ഓരോ തൈയും നട്ട് ഞാനും മുളപ്പിച്ചെടുത്തേക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കധികം ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി കൂടുതലും പറയണ്ട, ഞാൻ കുറച്ച് പൂക്കളൊക്കെ ഞാനൊന്ന് പറിച്ചെടുക്കട്ടെ. നമ്മുടെ വെന്തിപ്പൂവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇതിന് അത്രയ്ക്ക് വലിപ്പമില്ല കേട്ടോ. ചില സ്ഥലത്ത് നല്ല സെയിം തന്നെയാണ് സാധനം. വെയിലുള്ളവർ ഇതിന് തിക്നെസ് ഇല്ല. ഇവിടെ അധികം വെയിലില്ല. ആ സൈഡിൽ നല്ല വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ലെയർ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ വെയിലിൻ്റെ അനുസരിച്ചിട്ട് വരണേന്ന് തോന്നണം. അപ്പം നമുക്ക് ഇതിന്മേന്ന് തന്നെ പറിച്ചിട്ട് നമുക്ക് നമ്മുടെ പൂമാല ഉണ്ടാക്കാം. ഞാൻ എല്ലാവരും ഞാൻ ആ സൈഡിൽ പോയിട്ട് ഞാൻ പറിച്ചത്. ഇവിടെയും പറയും നിൽക്കുന്നുണ്ട്. സീനിയപ്പൂ ഞാൻ പറിക്കാനില്ല. കാരണം സീനിക അത്രയ്ക്ക് അതുമ്പോൾ നിൽക്കുന്നത് കാണാനും ഭംഗി. എനിക്ക് തോന്നുന്നു അതല്ലാണ്ട് വേറെ ടൈപ്പ് പൂക്കളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇവിടുന്ന് പല സ്ഥലത്തു നിന്നും പല വെറൈറ്റി ആയിട്ട് നമുക്ക് പറിച്ചിട്ടെടുക്കാം. എനിക്ക് സാധാരണ ചിലപ്പോൾ ഞാൻ പുറത്ത് വീഡിയോ പിടിക്കുമ്പോൾ എനിക്ക് വീഡിയോ പിടിച്ചു തരാൻ വേണ്ടിയിട്ട് മിക്കപ്പോഴും ഞാൻ ട്രൈപോഡ് വെച്ചിട്ടാണ് പിടിക്കാറ്. അല്ലെങ്കിൽ ചിലപ്പോൾ പിള്ളേരുണ്ടാവാറുണ്ട്. ഇപ്പോൾ നമുക്ക് പിള്ളേർ ആരും കൂടി ഇല്ല കേട്ടോ. ഈ വർഷം നമ്മുടെ നീനയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നീനയും ഈ വർഷം കോളേജിൽ പോയി. അവൾ കഴിഞ്ഞ ആഴ്ച പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പോൾസൈഡിനും മാത്രമേ ഉള്ളൂ. നീന ഉണ്ടായിരുന്നപ്പോൾ വീട്ടിൽ ഒരു ഒച്ചയനക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമായി. പിന്നെ ഞങ്ങൾക്ക് കൂട്ടിന് നമ്മുടെ കുറേ പൂച്ചകളുണ്ട്. നമുക്കൊരു ഇപ്പോൾ എത്ര പൂച്ചയുണ്ട്? 4 പൂച്ചയുണ്ട്. പിന്നെ നമുക്ക് കുറേ കോഴിയും താറാവൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കൂട്ട്. അപ്പോൾ ഇനി മാല വറക്കട്ടെ കേട്ടോ. പല കളറ് വയ്ക്കണം, നല്ല ഭംഗി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ കളറിൽ ഉണ്ടാക്കിയാലോ? വെന്തി തന്നെയായിട്ട് നിൽക്കാലോ. നമുക്ക് വെന്തി തന്നെ എടുക്കാം. ഞാൻ വിചാരിച്ചു നമുക്ക് ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾക്കിവിടെ ഓണസദ്യയൊക്കെ ഉണ്ട്. പല കളർ എടുക്കാം. ഇപ്പം നമുക്ക് വെന്തി മാത്രം എടുക്കാം. വെന്തിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ നീയനെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ പൂവൊക്കെ കാണിച്ചു. അപ്പം നീയ പറയുന്നത് എന്തോരം വെന്തി അവിടെ നീയ കുറച്ച് വെന്തി അവളുടെ താമസിക്കുന്ന വീടിൻ്റെ അവിടെ ബാൽക്കണിയിൽ നട്ടുണ്ട്. അപ്പോൾ അവൾ പറയുന്നു, മമ്മി ഇവിടെ ഒറ്റ പൂ ഉണ്ടായിട്ടില്ലാന്ന്. ഇവിടെ കുറേ പൂ ഉണ്ടായിട്ടുണ്ട്. അതെന്താ അവൾക്ക് ഉണ്ടാവാണ്ടിരുന്നത് എനിക്ക് അറിഞ്ഞൂടാ.
എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു തലയിൽ പൂ ചൂടണമെന്നുള്ളത്. പക്ഷേ ഇതേപോലത്തെ ഒരു ഐഡിയ എനിക്ക് കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇങ്ങനെ മാല കോർത്തിട്ട് നമുക്ക് പൂ ഇടാന്നുള്ളത്. പിന്നെ ഇന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്തത് ഓക്കെ ഇതിങ്ങനെ മാല കോർത്തിട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും മുല്ലപ്പൂ, ഇപ്പോൾ മുല്ലപ്പൂവിന് പകരം ഇതേപോലെ കളറ് പൂക്കളൊക്കെ എന്താണ് ആൾക്കാർ കൂടുതൽ തലയിലേക്ക് വെക്കരുത്. അത് പിന്നെ നമുക്ക് കടയിലൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രഷായിട്ട് നമുക്ക് വീട്ടിലുണ്ടല്ലോ. നമുക്ക് ഇത്രയ്ക്ക് പൂവായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു നല്ല ഭംഗിയുള്ള സീനിയപ്പൂ ഇതിൻ്റെ ഇടയ്ക്ക് വെക്കാമെന്ന് വിചാരിച്ചു. സീനിയ വേണ്ട, നമുക്കിവിടെ നല്ല ഭംഗിയുള്ള ഡാലിയ ഉണ്ടായിരിക്കുന്നുണ്ട്, അത് നല്ല ഭംഗിയുള്ള വെള്ള കളർ കേട്ടോ. സത്യം പറഞ്ഞാൽ പൂ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് തോന്നില്ല, എന്നാലും നമുക്ക് അവരൊന്ന് പറിക്കാം. ഇത് നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഞാൻ കുറച്ച് പൂ പറിച്ചു, അവിടെ കുറേ പൂവുണ്ട്, പക്ഷെ അവിടെ ഭയങ്കര വെയിൽ വന്നിട്ടേ അവിടെ നിൽക്കാൻ പറ്റണില്ല. ഇതൊരു പ്രത്യേക ഒരു ഭംഗിയാട്ടോ ഈ പൂ കാണാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ടൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു പൂവൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമായിരുന്നു. പക്ഷെ ഞാൻ മാത്രമല്ലേ ഉണ്ടോ. ഈ ആ സൈഡിലേക്ക് ഞാൻ കൂടുതൽ നമ്മുടെ ഈ വെന്തിപ്പൂ വെച്ചേക്കുന്നത്, അതുകൊണ്ട് ആ സൈഡിൽ പോകണം വെന്തിപ്പൂ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നമുക്ക് ഒരുപാട് നീളം ആവശ്യമില്ല എന്ന് തോന്നുന്നല്ലേ. ശരിക്കും എനിക്ക് തോന്നണം മുല്ലപ്പൂവിനേക്കാളൊക്കെ ഭംഗി ഇതേപോലത്തെ ഇങ്ങനെ കളർ പൂവല്ലേ. മുല്ലപ്പൂ നല്ലത് തന്നെയാണ്. ഇവിടെ പിന്നെ നമ്മുടെ സീനിയ നിൽക്കുന്നത് നമുക്ക് ആ സൈഡിലുണ്ട്, അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി. ഇവിടെ പക്ഷേ അധികം വെന്തിപ്പൂ ഇല്ല, കാരണം ഞാൻ കൂടുതൽ തിങ്ങി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പൂ എടുക്കാനാണ് എനിക്കിഷ്ടം. അത് നോക്കിക്കേ, ഈ സീനിയ നോക്കിക്കേ നല്ല ഭംഗിയുണ്ട്. ഇതൊരെണ്ണം എടുത്താലോ, പറിക്കാല്ലേ. കോഴിക്ക് വരെ പൂ പറിക്കുന്നത് ഇഷ്ടമാവില്ല, കോഴി വരെ ചീത്ത പറയുന്നുണ്ട്. ഞാൻ ഒറ്റ കളറിലും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ പൂ കാണുമ്പോൾ എൻ്റെ മമ്മിയൊക്കെ എപ്പോഴും പറയും പൂ പറിച്ചിട്ട് രൂപത്തിൻ്റെ അടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറയേ. പക്ഷെ ഞാനാണ് പൂ പറിക്കില്ല, എനിക്കിഷ്ടമില്ല പൂ പറിക്കില്ല. എന്തോ രസമാണ് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. അയ്യോ, നമ്മൾ പൂക്കളൊക്കെ ഇരുന്നതിനേക്കാളും നമ്മുടെ അത് ഓൾറെഡി ഒരെണ്ണം ഓടിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് പറിക്കില്ല. ഇതുമൊക്കെ ഉണ്ടല്ലോ കണ്ടമാനം മുട്ടുകൾ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി കുറേ പൂവുണ്ടാവും. അപ്പോൾ ഓൾറെഡി ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇത്ര മതി. അപ്പോൾ നമ്മുടെ പൂമാല എൻ്റെ തലയിൽ വെക്കട്ടെ കേട്ടോ. എനിക്കറിയില്ല എങ്ങനെ ഭംഗിയൊക്കെ ഉണ്ടെന്നുള്ളത്. സത്യം പറഞ്ഞാൽ കണ്ണാടിയിൽ പോയിട്ട് കണ്ണാടിയിൽ പോയി നോക്കണം, നോക്കിയാലേ ഭംഗി അറിയാൻ വേണ്ടി പറ്റത്തില്ല. എന്തായിരുന്നാലും കണ്ണാടി ഇവിടെ ഇല്ലല്ലോ, എന്തായിരുന്നാലും വയ്ക്കാം. ഓക്കെ, ഇരിക്കുമെന്ന് അറിയില്ല, ഇതിന് കട്ടി ഉരുളാനേ. നമ്മുടെ നടുവിൽ ഡാലിയത്തോട്ടം ഉണ്ടല്ലോ, അവിടെ എന്ത് രസം കാണാൻ വേണ്ടിയിട്ട് ഞാനത് കാണിക്കാട്ടെ. നല്ല ഭംഗിയുണ്ട് അവിടെ. ഇപ്പം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ചിലപ്പോൾ കണ്ണാടിയിൽ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അത്രയ്ക്ക് ഭംഗിയായിട്ടില്ല, ഇത് ഇങ്ങനെ വെക്കേണ്ടിയിരുന്നില്ല എന്നറിയില്ല. ഞാൻ ഇതിനകത്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല, എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായിരുന്നാലും തലയിലിരിക്കട്ടെ, ഓണമാണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്ക്, ഈ സീനിയൊക്കെ നോക്കിക്ക് എന്തോരം ഭംഗിയല്ലേ. ഇതിങ്ങനെ പരന്നു പോയേക്കാം. ഇതൊക്കെ ചിലതൊക്കെ ഇങ്ങനെ കൂമ്പി വരും, ചിലത് പരന്നു പോകും. അതേപോലെ പൂ ഉണ്ടാവുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ. പക്ഷെ അന്ന് ഈ പൂ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, കാരണം രണ്ട് ദിവസം കൂടുമ്പോൾ പുതിയ പൂക്കളിങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ടല്ലോ. അയ്യോ, പണ്ട് എൻ്റെ തലയിൽ ഞാൻ ഇവിടെ ഉണ്ടല്ലോ കണ്ടമാനം ഈ തേനീച്ചയും പിന്നെ വണ്ടാന്ന് തോന്നണു, വണ്ട് തേൻ കുടിക്കോ അതാന്ന് തോന്നണു.
ഇതല്ലെങ്കിൽ വലിയ തേനീച്ചയെന്ന് തോന്നു കേട്ടോ. ഇത് എൻ്റെ തലയിൽ നിറച്ചും പൂ ഇരിക്കുകയാണല്ലോ. വലിയൊരു വണ്ട് വന്നിട്ട് ഇതുമ്പോൾ പൂമ്പ് വന്നിരിക്കണം. പൂമ്പ് വന്നിരിക്കണതിന് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഈ ചെടികളുടെയൊക്കെ അടുത്ത് വരുമ്പോൾ ഈ തേനീച്ചകൾ കിടന്നിട്ട് വലിയ ടൈപ്പ് തേനീച്ചയുണ്ട്. ഇത് കിടന്നിട്ട് ഇവിടെയൊക്കെ കിടന്ന് പറക്കുന്നുണ്ട്. ഇവർ വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ കിടന്ന് പറക്കുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ്. എൻ്റെ ചെവിടിൻ്റെ ഉള്ളിൽ ഇവർ കയറി പോകുന്നു. കാരണം ആ മാതിരി ഉണ്ട്. ഇതാ പറഞ്ഞു പോകുന്നു. ഇനിയിപ്പം തലയിൽ കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കാനുള്ള പരിപാടിയാണ് ഇവർക്ക്. ഇത് അവിടെ നോക്കിക്കേ, ഓരോ പൂക്കളും എടുത്തെടുത്ത് കാണിക്കണം. ശരിക്കും നേരിട്ട് കാണണം. അപ്പോഴാട്ടോ ഇതിൻ്റെ ഭംഗി. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ പൂ ഇതേപോലെ നമ്മൾ നട്ട് വളർത്തിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ടോ. പക്ഷെ എനിക്ക് പിള്ളേരാരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിള്ളേരും കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തലയിലൊക്കെ എനിക്ക് കുറേ പൂവൊക്കെ വെച്ച് കൊടുക്കായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് ചെടികൾ വെച്ചിട്ട് പൂ ഉണ്ടാവണ പോലെയല്ലല്ലോ. നമ്മൾ അതിൻ്റെ ഓരോ സ്റ്റേജും നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ വിത്ത് പാവണു, അതിനെ തൈ ആക്കണു, മുളപ്പിച്ച് വേറെ നടണു. പിന്നെ ഇവിടെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴിയും താറാവൊക്കെ ഉള്ളത് കൊണ്ട് കുറേയൊക്കെ ഇവർ കൊത്തിക്കളയും. പിന്നെ എൻ്റെ കയ്യിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ തൈ ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ മുളപ്പിച്ചേക്കുന്നല്ലോ, കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാച്ച് കൊണ്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ എൻ്റെ കോഴിയും താറാവൊക്കെ കൊത്തിക്കളയും. പിന്നെ ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ അവർ കുറേയൊക്കെ കൊത്തിക്കളയും. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നീടല്ലോ ഇവിടെ കഴിഞ്ഞ വർഷം നമ്മൾ മമ്മെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെടി നട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മമ്മുമ്മ പൂവിട്ടോ, മമ്മ ഉണ്ടോയെന്ന്. മമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ വലിയ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു ഇങ്ങനെ ബുഷായിട്ടല്ല, ഇങ്ങനെ ഒരു മമ്മ പോലെ ഇങ്ങനെ അതിങ്ങനെ വരാം, ഇങ്ങനെ നിറഞ്ഞിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് അതുമ്പോൾ നിറച്ചും പൂവുണ്ടാവും. കഴിഞ്ഞ വർഷം നമ്മളത് വാങ്ങിച്ചിട്ട് ഈ സൈഡിൽ നട്ടിട്ടുണ്ടായിരുന്നു, ഈ സൈഡിൽ നട്ടിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ പോയി. ഈ സൈഡിൽ അത് ഇവിടെ ഈ ചെടിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ചെടി ഉണ്ടല്ലോ, ഇതുമ്പോൾ പൂവൊന്നും ഇട്ടിട്ടില്ല. ഇത് എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെനിക്കോ ഞാൻ കോസ്റ്റിക്കയിൽ പോയപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള ഒരു പൂവ് കണ്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ വിത്ത് ഞാൻ കൊണ്ടുവന്നിട്ട് പാവിയിട്ടുണ്ടായിരുന്നു. ആ വിത്താണെന്ന് തോന്നുന്നു, പക്ഷേ പൂവ് ഇട്ടിട്ടില്ല. ഇതങ്ങനെ ആർത്ത് പിടിച്ചു ഇവിടെ. അതിൻ്റെ അടിയിലായിട്ടാണ് നമ്മൾ ആ മമ്മ് നട്ടേക്കുന്നത്. അതുമ്പോൾ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അന്ന് കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഈ നല്ല തണുപ്പ് തുടങ്ങുന്ന ഇലയ്ക്ക് പൊഴിയുന്ന സ്ഥലമുണ്ടല്ലോ, സമയമുണ്ടല്ലോ, ഹലോവിൻ്റെ സമയമൊക്കെ ആവില്ല. ആ സമയമാകുമ്പോഴാണ് ഇതുമ്മ പൂവുണ്ടാവുക. ഇതിപ്പോൾ ഇത് വലുതാവണില്ല, ഇതുമ്മ പൂവുണ്ടാവണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ വെട്ടിക്കളയും. ഇതെനിക്ക് വെട്ടിക്കളയാൻ വേണ്ടി തോന്നണില്ല. എന്ത് ചെടിയാന്നുള്ളതും എനിക്കിത് മനസ്സിലാവണില്ല എന്താന്നുള്ളത്. ഇത് പല സ്ഥലത്തും ഞാൻ നട്ടിട്ടുണ്ടെന്നേ. പിന്നെ ഉണ്ടല്ലോ ഇതാ ഇവിടെ നിൽക്കണ നമ്മുടെ വെന്തിപ്പൂ നോക്കിക്കേ. ഇതിന് നല്ല വെയിൽ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷെയ്ഡില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂവിനൊക്കെ ഒരുപാട് ലെയറുണ്ട്. ഈ വെന്തി എല്ലാവരും സെയിം വെന്തിയാണ്. പക്ഷെ ഞാനിവിടെ തലയിലിടാൻ വേണ്ടിയിട്ട് പറിച്ചില്ല, അധികം ലെയർ വന്നിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ വൈൽഡ് ഫ്ലവർ. ഇത് നമ്മുടെ നാട്ടിലുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇത് പല കളറുകളുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം നമ്മളെ ഓണസദ്യയുടെ റെസിപ്പികൾ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ എല്ലാവരും ഇട്ടിട്ടുണ്ട്. മറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പായസത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന്, പായസം ഒരെണ്ണം ചെയ്യണമെന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഓണത്തിന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടല്ലോ, അതാണ് നിങ്ങളെ ഓണത്തിന് എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഇത് നോക്കിക്കേ, വൈൽഡ് ഫ്ലവർ. ഇതുമൊക്കെ ഇതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ സീഡ്സാണ്. ഇതുമ്മ കണ്ടമാനം സീഡ്സ് ഉണ്ടാവും. ഈ വെന്തിപ്പൂവിൻ്റെ പോലെ തന്നെ ഇതിന് ഒരുപാട് സീഡ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കും. കുറേ ഉണ്ട്. ഇത് നോക്കിയിട്ട് ഇതിന് പിന്നെ വേറെ കളർ വന്നിട്ട് ഇത് വെള്ള കളറായിരുന്നല്ലോ, പിന്നെ ഇത് കളറ് മാറിയതാണ്. ഇത് ആ സൈഡിൽ നിൽക്കുന്നത് നമ്മുടെ കുറേ കരിഞ്ഞു പോയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറയുന്നുണ്ടായിരുന്നു കരിഞ്ഞു പോയത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചു കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഓൾറെഡി ഇപ്പോൾ തണുപ്പായി തുടങ്ങി. അപ്പോൾ എന്തായിരുന്നാലും ഇനിയിപ്പോൾ അടുത്ത വർഷം നമ്മൾ പൂ ഉണ്ടാകാൻ പോണതിന് മുമ്പ് എല്ലാവരും നമ്മൾ ട്രിം ചെയ്ത് നിർത്തും. അപ്പോൾ ഇനി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സൈഡിൽ അത് നാശമായിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ പൂവൊക്കെ എടുത്തിട്ട് നമുക്ക് ഓണത്തിനുണ്ടല്ലോ എത്ര വലിയ പൂക്കൾ വേണമെങ്കിലും നമുക്കിടാം. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ വീടുകളിലുള്ളതിനേക്കാളും കൂടുതൽ പൂക്കളുണ്ട് നമ്മുടെ ന്യൂയോർക്കിലെ വീട്ടിൽ. കുറേ പൂക്കളുള്ളവരുണ്ടാവും കേട്ടോ. കുറേ പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കരിഞ്ഞു പോയി, വാടി തുടങ്ങി. നല്ല രസമൊന്നുമില്ല. നമ്മുടെ നാട്ടിലില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു മരം പോലെ ഇങ്ങനെ വലിയ മരമാവുന്നത്.
ഇതിൻ്റെ പല കളറുണ്ട് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് 2 കളറുണ്ട്. കുറച്ച് ഡാർക്ക് കളർ. നമുക്ക് അവിടെ നടുവിലെ തോട്ടത്തിലേക്ക് പോകും, ഡാലിയ തോട്ടത്തിൽ. അവിടെ നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി നല്ല പിങ്ക് കളറുണ്ട്. ഈ കളർ 2 കളർ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പിന്നെ വേറെ പർപ്പിള് 2-3 കളറുകളുണ്ട്. പക്ഷേ കൂടുതൽ എനിക്ക് ഇങ്ങനത്തെ ഇതേപോലെ തന്നെ ഡാർക്ക് കളറ്. ഇതിൻ്റെ പേര് മെർസൈൽ എന്നാട്ട്. നമ്മുടെ നടുവിലത്തെ നമ്മുടെ ഡാലിയത്തോട്ടം. ഇവിടെ ഇരുന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറേ പൂവുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇവിടെ നന്നായിട്ട് വെയിൽ വരും. ഇവിടെ ഇപ്പോൾ ചില സമയത്ത് വെയിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ഇത്രയ്ക്ക് വെയിലുണ്ടായിരുന്നില്ല. ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്. ഇതുമ്പോൾ ഡാലിയ പൂ ഉണ്ടായിരുന്നു. നോക്കിക്കേ, നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് എന്ത് വലുപ്പമെന്നറിയാം. ഞാൻ ഇതിൻ്റെ വലുപ്പം നിങ്ങളതിനെ കാണിക്കാം. ഒരു വെന്തിപ്പൂ പറിക്കുന്നുണ്ട് കേട്ടോ. ഒരു വെന്തിപ്പൂവിൻ്റെ ഇത് നോക്കിക്കേ. വെന്തിപ്പൂ നോക്കിക്കേ, ഇത്രയ്ക്കല്ലേ ഉള്ളൂ. ഈ പൂ നോക്കിക്കേ, ഇതിൻ്റെ വലുപ്പം നോക്കിക്കേ, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, വെന്തിപ്പൂ ഇതിൻ്റെ അടുത്ത് വെക്കുമ്പോൾ എന്ത് ചെറുതാ. അപ്പോൾ ഈ പൂവിൻ്റെ വലുപ്പം മനസ്സിലായില്ലേ? എത്ര എണ്ണതും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതവിടെ വേറെ ഉണ്ട്, 2-3 ടൈപ്പ് ഉണ്ട്. ഇതിന് എത്ര പൂ, എന്ത് രസം. ഇതൊരു ഡാലിയ പൂ കേട്ടോ. ഈ ടൈപ്പ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാവും കേട്ടോ. ഇത് ശരിക്കും സൺഫ്ലവർ പോണ പോലെ സണ്ണിനെ നോക്കിയിട്ടാണ് ഇത് പോണത്. ഭയങ്കര വലിയ പൂ കേട്ടോ. ഇതൊന്ന് നോക്കിക്കേ, എന്തോരം ഡാലിയ പൂ ഉണ്ടായിക്കണെന്ന് നോക്കിക്കേ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. ഒക്കെ വിരിഞ്ഞു വരണുള്ളൂ. അയ്യോ, ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പ്ലാസ്റ്റിക് പൂ പോലെ ഇരിക്കുന്നത്. ഈ പൂക്കളുണ്ടല്ലോ, ഈ പൂക്കളെല്ലാം
റോസി വാ ഓടിക്കോ ഓടിക്കോ ആ ഇങ്ങോട്ടാ എവിടെയാ ഇങ്ങോട്ട് വാ എവിടെയാ ഇങ്ങോട്ട് വാ. അപ്പൊ ഇതാട്ടോ നിങ്ങളെ ഞാൻ സ്പെഷ്യല് കാണിക്കാന്ന് പറഞ്ഞത് നമ്മുടെ വാഴ കേട്ടാ. എല്ലാ വർഷവും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇവിടെ നിങ്ങൾക്ക് വാഴ തെങ്ങ് അതൊക്കെ ഉണ്ടാവില്ലേന്ന്. എന്നാലും കുറേ പേർക്കൊക്കെ അറിയാം തണുപ്പുള്ള സ്ഥലത്ത് അതൊന്നും ഉണ്ടാവില്ലെന്ന്. കാരണം നമുക്ക് ആകെക്കൂടി തണുപ്പ് ആകെക്കൂടി നമുക്ക് ചൂട് നമുക്ക് ആകെക്കൂടി 3 മാസമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം കായൊന്നും ഉണ്ടാവാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടില്ല. പക്ഷേ നമുക്ക് വാഴന നോക്കിയിട്ട് നമുക്ക് കുറേ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സാധാരണ മിക്ക സമയത്തും നന്നായിട്ട് കാറ്റ് വീശ്. അപ്പോൾ ഈ വാഴയിലേക്കും ചിലപ്പോൾ അതിന് കീറി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ കുഞ്ഞു വീടുണ്ടല്ലോ അത് നിൽക്കുന്നത് കൊണ്ട് കാറ്റ് ഇങ്ങോട്ടേക്ക് നേരിട്ട് അങ്ങനെ അടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഴയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ ഒന്നും കീറാണ്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഒരു ഇല ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടി ഇവിടെ ഒന്ന് കീറിയിട്ടുണ്ട്. നല്ല വലിപ്പമുണ്ട് കേട്ടോ ഇലയ്ക്ക്. ഓണത്തിന് ചോറൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ ഇല വെട്ടിയിട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ഒരു വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒറ്റ ഇലയിൽ ഇരുന്നിട്ട് നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഒരു ഇല ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വാഴയില വെട്ടിയെടുത്തത് കേട്ടോ. കാരണം ഇനിയിപ്പോൾ അത് വെട്ടാണ്ടിരുന്നിട്ടും കാര്യമില്ല. കാരണം ഇനിയിപ്പോൾ ഓൾറെഡി തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആയിക്കൂടി ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഫുള്ള് പോകുക. അപ്പോൾ ഇത് നമ്മൾ വെട്ടിയിട്ട് അപ്പോൾ ഞാൻ ഫോൾസൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കറ അതിൻ്റെ സെറ്റാരിലേക്ക് ഉണ്ടാവും. ഫോൾസൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പിണ്ടി എടുത്തിട്ട് നമുക്ക് കറി വയ്ക്കാമല്ലോ. അത്യാവശ്യം അതിൻ്റെ ഒരു തണ്ട് നന്നായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് വാഴപ്പിണ്ടി കിട്ടും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ചവറൊക്കെ ഇട്ടിട്ട് മൂടിയിടും. അപ്പോൾ അടുത്ത വർഷം മിക്കവാറും പിടിച്ചു വരും. ഭയങ്കര സ്നോ ആക്കി വീണിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ നാശമായി പോകും. അത് നോക്കിക്കുക എന്ത് വലിപ്പമല്ലേ. ഈ പൂവിൻ്റെ ലെയർ നോക്കിക്കേ എന്തോ ഒരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ അതിൻ്റെ വിത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ച് കാണുന്നില്ല. ഇതാ നോക്കിക്കേ ഇതിൻ്റെ പൂവ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയല്ലേ. ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് അവിടെ ഒരു പൂ ഉണ്ടായിരുന്നില്ലേ ഇതും ഡാലിയ തന്നെ കേട്ടോ. ഇത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അധികം ഹൈറ്റ് വെക്കാത്തത് ടൈപ്പ് ഷോർട്ടായിട്ട് നിൽക്കുന്ന ഡാലിയാണ്. പിന്നെ പറഞ്ഞാലും ഒരുപാട് മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് ഉണ്ടാവുന്നത് കുറച്ച് ഹൈറ്റിലും ഉണ്ട്. പക്ഷെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. കാരണം കാറ്റൊക്കെ വരുമ്പോൾ ഒന്നാമത്തേന് അതിൻ്റെ കടക്കൊക്കെ നല്ല കട്ടിയുണ്ട്. അവിടെ ഒരു വലിയൊരു ഡാലിയ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കട ഞാനിങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്തില്ല, അത്രയ്ക്ക് വലുതാണ്. അതിന് 2-3 ദിവസം ഞാൻ അതിന് മരത്തിൻ്റെ കുറ്റി കരിച്ചിട്ട് താങ്ങ് കൊടുത്തു. പക്ഷെ അത് വീണു. ലാസ്റ്റ് ഉണ്ടല്ലോ ഞാനതിന് ഇവിടെ നല്ലൊരു ഇരുമ്പിൻ്റെ കമ്പി ഇരിക്കുന്നുണ്ടായിരുന്നു, അത് വെച്ചിട്ട് താങ്ങ് കൊടുത്തു. അപ്പം അത് നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ പൂ വെച്ചിട്ടുണ്ടല്ലോ കുറേ നേരമായി ഈ തേനീച്ചകൾ വലിയ തേനീച്ചകളാട്ടാ അവിടെ വന്നിട്ട് ഇത് പൂവണല്ലോ ഈ പൂ വന്നിട്ട് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. എപ്പോഴാണ് എൻ്റെ ചെവിടിൻ്റെ ഉള്ളിലേക്ക് കുട്ടികൾ പോണത്. പിന്നെ ഇതൊക്കെ നമ്മുടെ 10 മണി കേട്ടാ. 10 മണി പക്ഷേ എൻ്റെ ചുരുങ്ങി ഞാൻ പറഞ്ഞില്ലേ കൂടെ നേരം വൈകുന്നേരമായിട്ടുണ്ട്. ഇതൊക്കെ അവിടെ പോയിട്ട് അവിടുത്തെ തോട്ടം കാണാം. പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ഹൗസിൽ നമുക്ക് കുറച്ച് ഓണത്തിനുള്ള വെള്ളരിക്കയും പിന്നെ കുമ്പളങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുമ്പളങ്ങ പക്ഷെ അധികം വലുതായിട്ടില്ല. പിന്നെ ഇതാട്ടോ നമ്മുടെ വേറെ പുതിയ നമ്മുടെ ഡാലിയത്തോട്ടം. ഇവിടെ ആയിരുന്നാലും നമുക്ക് കുറേ ഡാലിയപ്പം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഈ തോട്ടം ഞാൻ അധികം അങ്ങനെ കാണിച്ചിട്ടില്ല. കാരണം ഇതിന് ഓൾറെഡി ഒരു ട്രിപ്പ് പൂ ഉണ്ടായി കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ പൂ അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ ഇവിടെ നന്നായിട്ട് പൂ ഉണ്ടായി. ഇവിടെ പക്ഷെ അത്രയ്ക്ക് അധികം കൂടി വെയിൽ വരുന്നില്ല. പക്ഷെ ഇത് ഞാൻ ക്ലോസപ്പ് കാണിക്കട്ടെ. എന്തോരം പൂവ് ഇതുമൊക്കെ മുട്ടിട്ടേക്കണേന്നറിയോ. കുറേ പൂവ് ഇതുമ്പോൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ആയിരുന്നാലും കുറേ ഉണ്ട് കേട്ടോ ഡാലിയ. ഞാൻ എല്ലാവരും നിങ്ങളെ കാണിക്കാം. ഇത് ഡബിൾ ഷെയ്ഡാട്ടാ, നല്ല രസമുണ്ട്. ഇതിന് അത്രയ്ക്ക് വലിപ്പമില്ല. പക്ഷെ ഓരോ കുഞ്ഞു പൂവ് എന്തോരം പൂവായിരുന്നു ഉണ്ടാവണേന്നറിയോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ അങ്ങനെ ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ എന്നിട്ട് ഈ വർഷം നമ്മൾ പുതിയത് കെട്ടിയതാണ്. എനിക്ക് പ്രോത്സാഹനം കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോഴികളെ കിടക്കാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിയതാണ്. പക്ഷെ ഇത് കാണാനായിരുന്നാലും ഒരു ഭംഗിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴികൾ ഇപ്പം ഇങ്ങോട്ടേക്ക് അധികം കിടക്കില്ല. പിന്നെ ഉണ്ടല്ലോ നമുക്ക് അവിടെ നമ്മുടെ സൂര്യകാന്തി ഉണ്ടല്ലോ, സൺഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ നട്ടേക്കുന്നതല്ല, നമ്മൾ കിളികൾക്കൂടെ തീറ്റ കൊടുക്കില്ല. അതിൽ നിന്ന് അങ്ങനെ വിത്തുകൾ വീണിട്ട്
മുളച്ചേക്കുന്നത്. കുറേ പൂവുണ്ടായി നിൽക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കാണിച്ചു. ഇതാട്ടോ നമ്മുടെ സൂര്യകാന്തി. ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ നിറച്ചും തേനീച്ചകളാണ് വന്നിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ സണ്ണ് ഇപ്പോൾ താണു തുടങ്ങിയിട്ടുണ്ടല്ലോ. രാവിലെ ഒരു 10 മണി നേരത്തൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സീഡ്സ് ഞാൻ ഈ വർഷം ഞാൻ ഇരിച്ചു വെക്കുന്നുണ്ട്. കാരണം നമുക്ക് സൺഫ്ലവർ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നേ, പക്ഷേ അത് ഇത്രയ്ക്കധികം പൂട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ ഒരുപാട് അങ്ങനെ ഹൈറ്റിൽ പോകണില്ല, അത് ഇന്ന് കുറേ പൂട്ടിട്ടുണ്ട്. മുന്തിരി കേട്ടാ. ഇതുമ്പോൾ നമുക്ക് ഈ വർഷം നമുക്ക് അത്യാവശ്യം മുന്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓൾറെഡി പറിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കാം. പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല മധുരം. അത് നന്നായിട്ട് പഴുക്കണം. കുരുവുള്ള മുന്തിരിയാണ്. ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു. നല്ല താങ്ങും എടുത്തിട്ടുണ്ട് ഞാൻ, അടിയൊന്നും നിൽക്കില്ല. അപ്പോൾ നല്ല ഭംഗിയുള്ള റെഡ് നിൽക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കറ്. ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ സെയിം തന്നെയാണ്.
അത് നോക്കിക്കേ, ഇതൊക്കെ വീണ് പോയിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച കൂടെ നല്ല കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ താങ്ങ് കൊടുത്ത് നിർത്തിയേക്കണത് അതൊക്കെ. ആസ്പേൻ ഇങ്ങനെ ഇറങ്ങിക്കേ. ആസ്പേൻ എന്തുണ്ടായി കുട്ട? ഇതാണ് നമ്മുടെ ഗ്രീൻ ഹൗസ്. ഇവിടെ നമുക്കിതാ കുമ്പളങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുമ്പളങ്ങ അധികം വലിപ്പം വെച്ചിട്ടില്ല. ഇത് അധികം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്. ഇത് അധികം വലിപ്പം വയ്ക്കാത്ത നമ്മളെ നെയ്ക്കുമ്പളം ഉണ്ടല്ലോ, ആ കുമ്പളാണ്. പക്ഷെ അത് നമുക്ക് ഓണത്തിന് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. ഇത് നമുക്കിവിടെ ഓരോ വെള്ളരിക്കൊക്കെ നമുക്ക് ഉണ്ടായിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് പച്ചക്കുള്ള ഇത് നമ്മുടെ നല്ല നാടൻ വെള്ളരി കേട്ടോ. ഇതവിടെ കുറച്ചധികം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കിടന്നിട്ട് വേണം പറിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ സെറ്റ് സാരി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഓണത്തിലേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനമുള്ളത്. ഇതേപോലത്തെ വെള്ളരിക്ക ഞാനിവിടെ കടകളിൽ കണ്ടിട്ടില്ല കേട്ടോ. ഈ മറ്റേ നമ്മൾ ഈ വിഷുക്കണി ഒക്കെ വെക്കുമ്പോൾ ചെറിയ വെള്ളരിയല്ലേ വെക്കുക, അങ്ങനത്തെ ടൈപ്പ് കുഞ്ഞ് വെള്ളരിക്ക ഇവിടെ കടയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേപോലത്തെ വലിയ ടൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിത്ത് നമ്മൾ എടുത്ത് വെച്ചതാണ്. ഇതിൻ്റെ ചെറിയ ടൈപ്പ് അവിടെ ഉണ്ട്, 2 കൂടി ഉണ്ട്. ഞാനൊന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പാടായിരുന്നു. അതാട്ടാ നമ്മുടെ വെള്ളരിക്ക. ഇത് 2 ടൈപ്പ് വെള്ളരിക്ക ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ ക്ലിയർ ആണോന്ന് അറിയില്ല, കാരണം ഇവിടെ നല്ല സൺലൈറ്റ് വരുന്നുണ്ട്.